നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങളിൽ ആ ഭാഗത്തു നിന്ന് വരുന്ന കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ പ്രോബ്ലം നമ്പർ 1 എന്താണ്? ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ സ്റ്റോൺ അറ്റ് ദ എൻഡ് ഓഫ് എ സ്ട്രിങ് 0.5 മീറ്റർ ലോങ് മേക്സ് 12 റെവല്യൂഷൻസ് ഇൻ 3 സെക്കൻഡ്. അതായത് 0.5 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡിലൊരു സ്റ്റോൺ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്താ, 3 സെക്കൻഡ് കൊണ്ട് ആ സ്ട്രോങ് അതായത് 12 പ്രാവശ്യം കറങ്ങാണ്. 3 സെക്കൻഡ് കൊണ്ട് 12 റെവല്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ആംഗുലാർ വെലോസിറ്റി, അതേപോലെ ലീനിയർ വെലോസിറ്റി, പിന്നെ നമുക്ക് കണ്ടുപിടിക്കുക ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 5 സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് ആകെ തന്നിട്ടുള്ളത് എന്താ? സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. അതേപോലെ 3 സെക്കൻഡിൽ അത് 12 റെവല്യൂഷൻസ് ചെയ്യുന്നുണ്ടെന്നും ഉള്ള ഹിൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് 3 സെക്കൻഡ് കൊണ്ട് അത് 12 റെവല്യൂഷൻസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ അത് എത്ര റെവല്യൂഷൻ ചെയ്യും? 12/3. ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? 1 സെക്കൻഡിൽ റിവോൾവ് ചെയ്യുന്ന എണ്ണം, നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 12/3, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഹെഡ്സ് ആണെന്ന് കിട്ടും. ഇനി നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താ? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡ് ആണ്. ദാറ്റ് ഈസ് ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1 ഫ്രീക്വൻസി. ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 1/f. അപ്പോൾ എഫ് നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പീരീഡ് ക്യാപിറ്റൽ ടി, ടൈം പീരീഡ് എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. എഫ് ഫ്രീക്വൻസി 4 ആണ്. അപ്പോൾ എന്താണ്? ടൈം പീരീഡ് 1/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 സെക്കൻഡ്. 0.5 സെക്കൻഡാണ് 0.25 സെക്കൻഡ് എന്ന് കിട്ടി. ഇനി നമുക്ക് ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും ഒക്കെ കണ്ടുപിടിക്കാം. എങ്ങനെ? ആംഗുലാർ വെലോസിറ്റീൻ്റെ എക്സ്പ്രഷൻ എന്താ? ആംഗുലാർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2π/t. അതിൽ ടി നമുക്കറിയാം, ക്യാപിറ്റൽ ടി, ടൈം പീരീഡ് നമുക്കറിയാം. അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2πയുടെ വാല്യൂ എത്രയാണ്? 3.14. 2 × 3.14 ഡിവൈഡഡ് ബൈ 0.25. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 25.12. റാഡ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, അത് തന്നെ കിട്ടുന്നുണ്ടോയെന്ന് കേട്ടോ. യൂണിറ്റ് എന്താ വരിക? റാഡ് പെർ സെക്കൻഡാണ് ആംഗുലാർ വെലോസിറ്റിയുടെ യൂണിറ്റ്. അപ്പോൾ നമുക്ക് കിട്ടുക 25.12 റാഡ് പെർ സെക്കൻഡ്. ഇനി അത് ആംഗുലാർ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ലീനിയർ വെലോസിറ്റി എങ്ങനെ കിട്ടുക? വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്നുള്ള റിലേഷൻ നമുക്കറിയാം. ആറ് തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. അതാണ് നമ്മൾ ആ ഇത് കറക്കുമ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആയിരിക്കും ആ സർക്കിളിൻ്റെ റേഡിയസ് വരിക. അപ്പോൾ നമുക്ക് എന്താ? 0.5 × 0.5 ആണ് ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. അപ്പോൾ അതാണ് റേഡിയസ് വരിക. ആർ ഇൻറ്റു പിന്നെ നമുക്ക് കിട്ടിയ ഒമേഗയുടെ വാല്യൂ. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക 12.56 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഈസ് യൂണിറ്റ് മീറ്റർ. ലീനിയർ വെലോസിറ്റി ആയതുകൊണ്ട് യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡാണ്. മാറിപ്പോകരുത്. ആംഗുലാർ വെലോസിറ്റീൻ്റെ യൂണിറ്റ് റാഡ് പെർ സെക്കൻഡും പിന്നെ ലീനിയർ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡുമാണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 5 സെക്കൻഡ്. ദാറ്റ് ഈസ് നമുക്കറിയാം വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു s/t അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ അങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? v × t. അതാണ് ഇവിടെ s ഈസ് ഈക്വൽ ടു v × t എന്ന് പറയുന്നത്. അപ്പോൾ v എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ 5 സെക്കൻഡാണ്, നമ്മൾ 5 സെക്കൻഡിലുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ ടൈം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 12.56 × 5 ഇറ്റ് ഈസ് ഈക്വൽ ടു 62.8 മീറ്റർ. ഡിസ്റ്റൻസ് ആയതുകൊണ്ട് മീറ്റർ. ഇതാണ് ആൻസർ വരിക. ഓക്കെ, സെക്കൻഡ് പ്രോബ്ലം വരുന്നത്, ഡിറ്റർമിൻ ദ ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് എ വീൽ ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് അറ്റൈൻസ് എ സ്പീഡ് ഓഫ് 600 RPM ഇൻ 1 മിനിറ്റ്. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്?
ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് എ വീൽ. ഒരു വീലിൻ്റെ ആംഗുലർ ആക്സിലറേഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എന്തൊക്കെ ഹിൻറ്റ് തന്നിട്ടുണ്ട്? അത് ആദ്യം റെസ്റ്റിലായിരുന്നു അല്ലേ? ആദ്യം റെസ്റ്റിൽ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയൊക്കെ 0 ആണ്. പിന്നെ അതിൻ്റെ ഫൈനൽ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 600 RPM. എന്താ RPM എന്ന് പറഞ്ഞാൽ? റെവല്യൂഷൻസ് പെർ മിനിറ്റ്. അതാണ് RPM എന്ന് പറയുക. അപ്പോൾ 600 റെവല്യൂഷൻസ്, ഒരു മിനിറ്റിൽ 600 റെവല്യൂഷൻസ് ആണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഫൈനൽ സ്പീഡ്, അതായത് ഫൈനൽ ഫ്രീക്വൻസിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആംഗുലാർ ആക്സിലറേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. 600 RPM എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിലുള്ള റെവല്യൂഷനാണ് പറഞ്ഞത്. അപ്പോൾ സെക്കൻഡിലുള്ള റെവല്യൂഷൻ, ഒരു സെക്കൻഡിലുള്ള റെവല്യൂഷനാണ് നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി എങ്ങനെ കിട്ടും? 600 ആ ടൈം, എത്ര ടൈമാണ്? ഒരു മിനിറ്റിൽ 600. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 60 സെക്കൻഡ് അല്ലേ? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് 600/60 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഹെർട്സ് എന്ന് ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ ഫ്രീക്വൻസി കിട്ടിയാൽ പീരീഡ് കണ്ടുപിടിച്ചൂടെ? T ഈസ് ഈക്വൽ ടു 1/f ആണ് അല്ലേ? പീരീഡ് ഈസ് ഈക്വൽ ടു 1/f, ദാറ്റ് ഈസ് 1/10. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 സെക്കൻഡ്. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് ആംഗുലാർ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ആംഗുലാർ ആക്സിലറേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം ആംഗുലാർ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താ? ആൽഫ ഈക്വൽ ടു ω2 - ω1/t. അല്ലെങ്കിൽ നമുക്ക് ω2 അറിയണം, ω1 അറിയണം, t നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? ω1 എന്താ? ω1 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ω1 ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ω2 കണ്ടുപിടിക്കാൻ നമുക്ക് ഫൈനൽ സ്പീഡ്, അതായത് ഫ്രീക്വൻസി തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ടൈം പീരീഡ് ഇവിടെ നിന്ന് കണ്ടു. അപ്പോൾ നമുക്ക് ω2 ഈസ് ഈക്വൽ ടു ഈ എക്സ്പ്രഷനിൽ 2π/t എന്നുള്ള എക്സ്പ്രഷനിൽ നമുക്ക് 2 × 3.14 × 0.1 ടൈം പീരീഡും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 62.8 rad/second എന്ന് കിട്ടും. ഇതൊക്കെ ആൻസർ കറക്റ്റാണോ എന്നൊന്നും കൂടെ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആംഗുലാർ ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ω2 നമുക്ക് ഇവിടെ നിന്ന് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ω1 0 ആണ്. ഫോർ ω2 - ω1/t. നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അതായത് 60 സെക്കൻഡിലുള്ള കണ്ടോ? അല്ല, 1 മിനിറ്റിലുള്ള റെവല്യൂഷനാണ്, ആംഗുലാർ ആക്സിലറേഷനാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ടൈം എന്താണ്? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. അപ്പോൾ നമുക്ക് 60 സെക്കൻഡ്, ഇവിടെ 60 ഡിനോമിനേറ്ററിൽ ടൈമിന് നമുക്ക് 60 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? ആൻസർ 1.046 rad/second². ആംഗുലാർ ആക്സിലറേഷൻ്റെ യൂണിറ്റ് rad/second² ആണ്. ദെർഫോർ നമുക്ക് എന്ത് വരും? ഈ ആൻസർ കിട്ടും. ഓക്കെ, ഇത് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇനി അടുത്തൊരു എക്സാമ്പിളാണ്. The angular velocity of a particle moving along the circumference of a circle changes from 30 to 60 revolutions per second within 20 seconds. If the radius of the circle is 2 meters, calculate its linear acceleration and angular acceleration. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ഈ മുന്നേ ഉള്ള പ്രോബ്ലംസ് രണ്ടും നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഇതൊന്ന് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. സ്വയം ചെയ്ത് നോക്കുക. അതുമായിട്ട് നല്ല കണക്ഷനുള്ള അതേ സിമിലർ പ്രോബ്ലമാണ്, പക്ഷെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.